ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ACCA സ്കിൽ ലെവലിൽ ടാക്സ് പേപ്പർ എങ്ങനെ കുറച്ചും കൂടി നന്നായിട്ട് പഠിക്കാം എന്ന് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ആയിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മൈ നെയിം ഈസ് റിൻഷ, ഐ ആം ACCA സ്റ്റുഡൻറ്റ്. ടാക്സ് പേപ്പറിനെ കുറിച്ച് പറയാനാണെങ്കിൽ കുറച്ചും കൂടിയും സ്കിൽ ലെവലിൽ കമ്പാരിറ്റീവ്ലി ഈസി പേപ്പറാണ് ടാക്സും പിന്നെ FRഉം. ഈ ടാക്സിൽ നല്ലോണം കുറേ കണ്ടന്റ് പഠിക്കാനുണ്ടാകും, കാരണം കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, കുറേ ഫോർമുല ഇക്വേഷൻസ് ഒക്കെ പഠിക്കാനുണ്ട്. പക്ഷെ ടാക്സ് കുറച്ചും കൂടി ന്യൂമറിക്കലാണ് ഫോക്കസ് ചെയ്യണത്. തിയറി ഇല്ലാന്നല്ല, ടാക്സ് പ്ലാനിങ് പോർഷൻ വരുന്നുണ്ട്, പക്ഷെ എന്നാലും കുറച്ചും കൂടി നമുക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് വേണ്ട, നല്ല ക്വസ്റ്റ്യൻ പ്രാക്ടീസ് വേണ്ട ഒരു ഏരിയ ആണ് ടാക്സ്. അപ്പോൾ നമ്മൾ ഒരു വട്ടം ക്വസ്റ്റ്യൻ ചെയ്തിട്ട് സ്റ്റോപ്പ് ആക്കരുത്. നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസിനെ വീണ്ടും വീണ്ടും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാക്സ് പേപ്പർ പാസ്സാവാൻ കുറച്ചും കൂടി ചാൻസ് ഭയങ്കര ഹയർ ആണ്. അപ്പോൾ എൻ്റെ ടാക്സിൻ്റെ ഇതിലേക്ക് പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്തൊരു സബ്ജക്റ്റാണ് ടാക്സ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ടാക്സ് പേപ്പർ ക്ലിയർ ആക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ടാക്സിൻ്റെ എക്സാം പാറ്റേണിലേക്ക് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് സെക്ഷൻ A, സെക്ഷൻ B, പിന്നെ സെക്ഷൻ C ആണ് ടാക്സിൻ്റെ സെക്ഷൻസ് വരുന്നത് എക്സാമിൻ്റെ. അപ്പോൾ സെക്ഷൻ Aയിൽ നമുക്ക് 15 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പോൾ 2 മാർക്ക് ഈച്ച്, അങ്ങനെ ടോട്ടൽ നമുക്ക് 30 മാർക്കാണ് സെക്ഷൻ Aയിൽ കിട്ടുന്നത്. പിന്നെ സെക്ഷൻ Bയിൽ വരുമ്പോൾ OTQ പോലെ, അതായത് 3 സിനാരിയോ ഉണ്ടാകും. അപ്പോൾ ഓരോ സിനാരിയോനെ ബേസ് ചെയ്തിട്ട് 5 ക്വസ്റ്റ്യൻസ്, അങ്ങനെ ടോട്ടൽ 15 ക്വസ്റ്റ്യൻസ് ആണ് സെക്ഷൻ Bയിൽ വരുന്നത്. പിന്നെ സെക്ഷൻ Cയിലേക്ക് വരുമ്പോൾ നമുക്ക് 3 ക്വസ്റ്റ്യൻ ആണ് ഉള്ളത്. 2 ക്വസ്റ്റ്യന് 15 മാർക്കിൻ്റെയും 1 ക്വസ്റ്റ്യന് 10 മാർക്കിൻ്റെ ടാക്സ് പ്ലാനിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. പിന്നെ ടാക്സിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ നമുക്ക് സെക്ഷൻ Bയും സെക്ഷൻ Cയും ഏത് പാർട്ടിൽ നിന്നാണ് ചോദിക്കുക എന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി അത് ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഏതൊക്കെ ഏരിയാസാണ് സെക്ഷൻ Bയിലും സെക്ഷൻ Cയിലും ടെസ്റ്റ് ചെയ്യണതെന്ന് പറഞ്ഞുതരാം. സെക്ഷൻ Bയിൽ ടെസ്റ്റ് ചെയ്യാം IHT, VAT, പിന്നെ CGT. പിന്നെ സെക്ഷൻ Cയിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാം ഇൻകം ടാക്സ്, കോർപ്പറേഷൻ ടാക്സ്, പിന്നെ ടാക്സ് പ്ലാനിങ്ങിൻ്റെ 10 മാർക്ക് ക്വസ്റ്റ്യനും ഉണ്ടാകും. അപ്പോൾ ഏതൊക്കെ കിറ്റിൽ നിന്ന് എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യണം എന്നാണ് മെയിനായിട്ട് പിന്നെ നമുക്ക് കൺഫ്യൂസ് ആകുന്ന പാർട്ട്. അപ്പോൾ നമുക്ക് അതിലേക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് BPP കിറ്റുണ്ട്, കെപ്ലാൻ കിറ്റുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു കിറ്റിലേക്ക് ഒപ്പം കൊണ്ടുപോകാം. കെപ്ലാനായിട്ട് ഞാൻ കുറച്ചും കൂടി സജസ്റ്റ് ചെയ്യാം ടാക്സിലേക്ക് കുറച്ചും കൂടി ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അത് കെപ്ലാൻ ഫുള്ള് കംപ്ലീറ്റ് ആക്കുക, അതിൻ്റെ സ്റ്റഡി ഹബ്ബ് കംപ്ലീറ്റ് ആക്കുക. പിന്നെ അതിൻ്റെ അടുത്ത ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ഒന്നും കൂടി ഇതിൻ്റെ കെപ്ലാനും സ്റ്റഡി ഹബ്ബൊക്കെ ചെയ്യുക. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ BPP സ്റ്റാർട്ട് ചെയ്യൊരു 3 ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ 5 ചാപ്റ്റേഴ്സ് തീരുമ്പോൾ BPP സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. കാരണം ഇപ്പോൾ ചെയ്താലും നിങ്ങൾക്ക് ടൈം ഉണ്ടല്ലോ. അപ്പോൾ ടൈം ഉള്ളതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പ്രാക്ടീസ് ആക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. പിന്നെ നിങ്ങളുടെ എല്ലാ ഏരിയസ് ഇപ്പോൾ കെപ്ലാൻ കഴിഞ്ഞു, BPP കഴിഞ്ഞു, സ്റ്റഡി ഹബ്ബ് കഴിഞ്ഞ് കഴിഞ്ഞാൽ CB പ്രാക്ടീസ് പ്ലാറ്റ്ഫോം ഉണ്ട്. അതിൽ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. അപ്പോൾ അത് ചെയ്യുന്നത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ടാക്സിൽ സെക്ഷൻ Cൻ്റെ ഏരിയയും സെക്ഷൻ Bൻ്റെ ഏരിയയും കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഈ IHTൻ്റെ ഏരിയ ഒക്കെ ഭയങ്കര ടഫായിരുന്നു. പക്ഷെ ഞാൻ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടാണ് എനിക്ക് കുറച്ചും കൂടി എളുപ്പമായത്. നമ്മുടെ CB പ്രാക്ടീസ് പ്ലാറ്റ്ഫോമിലും ഒക്കെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ലാസ്റ്റ് എന്ത് ചെയ്താൽ മതി, എക്സാമിനേഴ്സ് റിപ്പോർട്ട് എൻ്റെ PDF ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻസ് കൂടി ചെയ്താൽ മതി. ഞാൻ പറഞ്ഞില്ലേ, മെയിനായിട്ട് വേണ്ടത് ടാക്സിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. അപ്പോൾ നമുക്ക് എത്ര ടൈം നമുക്ക് ഈ സബ്ജക്റ്റിന് കൊടുക്കാൻ പറ്റുമോ അത്രയും നമ്മൾ പാസ്സാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് ടാക്സിൽ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമോ അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ടാക്സിൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും ടാക്സ് പേപ്പർ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് പാസ്സാവാൻ പറ്റും. കാരണം മറ്റ് പേപ്പേഴ്സിൽ കമ്പയർ ആക്കുമ്പോൾ കുറച്ചും കൂടി ചാലഞ്ച് കുറവുള്ള പേപ്പറാണ് ഈ ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഏപ്രിലായിട്ടുള്ളൂ, അപ്പോൾ ഇനിയും 2 മന്ത് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ തുടങ്ങിയാലും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം ഉണ്ട്. അപ്പോൾ ഇനി ചെയ്താൽ
ടൈം ഉണ്ടാകുമോ എന്ന് ലൈക്ക് ആലോചിച്ച് പേടിക്കേണ്ട. ഇപ്പോഴും ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്ടിരിക്കുക. മറ്റേ സബ്ജക്റ്റ് പാസ്സായാലേ ഇത് പഠിക്കൂ അങ്ങനെ വിചാരിച്ചിട്ട് ലൈക്ക് ടാക്സ് ലൈക്ക് പെൻഡിങ് വെക്കാണ്ടിരിക്കുക. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ടാക്സ് റിലേറ്റഡ് ആയിട്ട് ഡൗട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റയിലേക്ക് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ യൂട്യൂബിലേക്ക് കമൻറ്റ് ചെയ്താലും മതി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.